ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഏർലി സ്റ്റേറ്റ്സ് ആദ്യകാല രാഷ്ട്രങ്ങൾ എന്ന ചാപ്റ്ററിന്റെ 3ാമത്തെ ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആയ ഏതൻസിന്റെയും സ്പാർട്ടയുടെയും ഫീച്ചേഴ്സ് പഠിച്ചു. എക്സാമിന് വരുന്ന ഭാഗമാണ്. ആ വീഡിയോ കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്ന് നമുക്ക് ആരംഭിക്കാം. അടുത്ത് വരുന്നത് പേർഷ്യൻ സാമ്രാജ്യം. കൂട്ടുകാരെ, ഞങ്ങൾ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അക്കാലം നിലനിന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നതിനാൽ വൈവിധ്യമാർന്ന സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒത്തുചേർന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം. പെർസിപ്പോളിസ് ആയിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കി. ഇത് 1 വേർഡ് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു. അപ്പൊ നമ്മൾ പേർഷ്യൻ സാമ്രാജ്യത്തിലെ നമ്മുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു എന്ന് പഠിച്ചു. അക്കാലം നിലനിന്ന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഏത് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾ ഈ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. വൈവിധ്യമാർ സംസ്കാരവും ഭാഷയും ഒത്തുചേർന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഈ സാമ്രാജ്യ തലസ്ഥാനം ഏതായിരുന്നു? പെർസിപ്പോളിസ് ആയിരുന്നു. അത് ഓർത്തു വെക്കണം. ഇറാനെ പ്രതിനിധീകരിച്ച് സാംസ്കാരിക വിനിമയ പരിപാടിയിൽ പങ്കെടുത്ത ജഹാന്റെ വിവരണം ശ്രദ്ധിച്ചല്ലോ. എന്തെല്ലാം ആശയങ്ങളാണ് ഈ വിവരണങ്ങൾ നമുക്ക് മനസ്സിലാക്കിയത്? ഇപ്പൊ നമ്മളിത് ഇത്രയും പറഞ്ഞിരുന്നു. എന്തൊക്കെ ആശയങ്ങൾക്ക് മനസ്സിലായി? ഞങ്ങളുടെ രാജ്യമായ ഇറാൻ പേർഷ്യൻ സാംസ്കാരിക പൈതൃകം ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അന്ന് നിലനിന്നിരുന്ന സാമ്രാജ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നുകൊണ്ട് സംസ്കാരവും ഭാഷയും പാരമ്പര്യവും ഒക്കെ ഒത്തുചേർന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യം എന്ന് മനസ്സിലായി. അതുപോലെ പെർസിപ്പോളിസ് ആയിരുന്നു സാമ്രാജ്യ തലസ്ഥാനം എന്നും മനസ്സിലായി. ഇതാണ് നമ്മൾ പേർഷ്യൻ സാമ്രാജ്യത്തെ പറ്റി പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓർത്തു വെക്കണം കേട്ടോ. പേർഷ്യൻ എംപയർ. ഫ്രണ്ട്സ്, അവർ കൺട്രി ഇറാൻ ഹാസ് പേർഷ്യൻ കൾച്ചറൽ ഹെറിറ്റേജ്. The Persian Empire was most important empire that existed at that time. Persian Empire is the most important empire. The Persian Empire was a mixture of the diverse culture, language and tradition of different geographical territories were the part of the empire. അതുപോലെ എന്തായിരുന്നു? വ്യത്യസ്തപരമായ കൾച്ചറുകള്, ലാംഗ്വേജുകള്, ട്രഡീഷൻസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ പെർസിപ്പോളിസ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് എംപയർ. എംപയറിന്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? പെർസിപ്പോളിസ് ആയിരുന്നു. അപ്പോൾ യു ഹാവ് ലിസൺഡ് ടു ജഹാൻസ് ഡിസ്ക്രിപ്ഷൻ ഹു represented Iran in the cultural exchange program. What ideas we get from Jahan's description? എന്ത് ഐഡിയ നമുക്ക് കിട്ടിയത്? ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സ് നമുക്ക് കിട്ടിയ ഐഡിയാസ് ആണ്. ഇറാൻ ഹാസ് എ പേർഷ്യൻ cultural heritage. Persian Empire was the most important empire existed at that time. Persian Empire was the mixture of diverse culture, language and tradition, and Persepolis was the capital of this empire. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രമുഖരായ ഭരണാധികാരികൾ സൈറസും ദാരിയസ് ഒന്നാമനും സെക്സിസുമായിരുന്നു. ഏതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാർ? പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരെല്ലാമായിരുന്നു? ആദ്യത്തെ സൈറസ്, പിന്നെ ദാരിയസ് ഒന്നാമൻ, പിന്നെ സെർക്സിസ്. ഇവരായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. ഈ പേർഷ്യൻ ഭരണ സംവിധാനം, അവരുടെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു നമുക്ക് ഓർക്കാം. ഭരണ സംവിധാനത്തിനായി സൗകര്യത്തിനായി വിശാലമായ സാമ്രാജ്യത്തെ നിരവധി സത്രപി പ്രവിശ്യകളായിട്ട് അവർ തിരിച്ചു. സത്രപിയായിട്ട് തിരിച്ചു. ഭരണ സൗകര്യത്തെ വലിയ സാമ്രാജ്യം ആയതുകൊണ്ട് തന്നെ ഭരിക്കാൻ സൗകര്യത്തെ എന്ത് ചെയ്തു? അവർ ആ സാമ്രാജ്യത്തെ പല പ്രവിശ്യകളായി സത്രപികളായി തിരിച്ചു. സത്രപ് എന്നറിയപ്പെടുന്ന ഗവർണറുടെ കീഴിലായിരുന്നു സത്രപികൾ എന്ന് പറയുന്നത്. അപ്പൊ സത്രപ് എന്നറിയപ്പെടുന്ന ഗവർണർമാർ അറിയപ്പെടുന്ന പേരാണ് സത്രപ്. അവരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്ന സത്രപികൾ ഉണ്ടായിരുന്നത്. സത്രപ്മാർ രാജാവിന്റെ നിയമങ്ങളും നികുതി സമ്പ്രദായങ്ങളും സത്രപികൾ നടപ്പിലാക്കി. സത്രപ്മാർ എന്ത് ചെയ്തു? അവർ രാജാവിന്റെ നിയമവും അവരുടെ നികുതി സമ്പ്രദായവും ഒക്കെ ആരിൽ അടിച്ചേൽപ്പിക്കാന്? പ്രവിശ്യകളിൽ അടിച്ചേൽപ്പിക്കാൻ പ്രവിശ്യകളിൽ നടപ്പിലാക്കി. ഇതാണ് പേർഷ്യൻ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. അടുത്ത തന്നെ സൗരാഷ്ട്ര ദർശനമാണ്. സൗരാഷ്ട്ര ദർശനം എന്ന് പറയുമ്പോൾ ഏതാണ് വരിക? സരതുഷ്ട ദർശനം എന്നാണ് പറയുന്നത്. അതിലെ പേർഷ്യയിലാണ് സതുഷ്ട ദർശനം രൂപം കൊണ്ടത്. അപ്പൊ എക്സാമിന് ചോദിക്കുക എവിടെയാണ് സരതുഷ്ട ദർശനം രൂപം കൊണ്ടത്? പേർഷ്യയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇനി എന്താണ് അവരുടെ പ്രത്യേകതകള്? അതിന്റെ സ്ഥാപകൻ ആരായിരുന്നു? സതുഷ്ടയാണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അർഹമസ്ത എന്ന് വിളിക്കപ്പെടുന്ന ഏകദൈവത്തിൽ അവരെ വിശ്വസിച്ചിരുന്നു. അവരുടെ ദൈവം ഏതായിരുന്നു? അഹരമസ്തയായിരുന്നു. അതുപോലെ തന്നെ സെന്റ് അവസ്ഥയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട മതഗ്രന്ഥം. നമ്മൾ ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിന്റെയും പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയാറുണ്ടല്ലോ. അതുപോലെ തന്നെ അവരുടെ മതഗ്രന്ഥം എന്തായിരുന്നു? സെന്റ് അവസ്ഥയായിരുന്നു അവരെ മതഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുന്ന. രണ്ടും എക്സാമിന് ചോദിക്കാനായിട്ട് വളരെയധികം സാധ്യത ഉണ്ട്.
The prominent rulers of Persian Empire was Cyrus, Darius ഫസ്റ്റ് ആൻഡ് സെർസെക്സ്. ഇവരായിരുന്നു പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്ന് പറയുന്നത് പേർഷ്യൻ എംപയറിൽ. ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വൺ വേർഡിനായിട്ട് കേട്ടോ. ദ പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദ വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സെട്രപ്പീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. ഭരണ സൗകര്യത്തിനായി എന്ത് ചെയ്തു? വാസ്റ്റ് എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ സെട്രപ്പീസ്, പ്രോവിൻസസ് ആയിട്ട് തിരിച്ചു. These satrapies were under the governor who was known as satraps. ഈ സത്രപ്പീസിന്റെ അവരുടെ ഗവർണറുടെ പേരെന്തായിരുന്നു? സത്രപ്സ് എന്നായിരുന്നു. And these satraps enforced the law and tax system of the king in satrapies. അതായത് സത്രപ്പീസിൽ എന്ത് ചെയ്തു? ഈ സത്രപ്സ് എന്ത് ചെയ്തു? ലോസും ടാക്സ് സിസ്റ്റം കിങ്ങിന്റെ എല്ലാ നിയമങ്ങളും എവിടെ കൊണ്ടുവന്നു? ഒരു സത്രപ്പീസ് പ്രൊവിൻസസിലെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. അടുത്ത സ്വരാഷ്ട്രീയൻ ഫിലോസഫിയാണ്. അപ്പോൾ നമ്മൾ ഗ്രീക്ക് ഫിലോസഫി പഠിച്ചപ്പോൾ നമ്മുടെ സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിലൊക്കെ പഠിച്ച പോലെ ഇത് സ്വരാഷ്ട്രീയൻ ഫിലോസഫിയാണ് പേർഷ്യൻ എംപയറിൽ പറയുന്നത്. സ്വരാഷ്ട്രീയൻ ഫിലോസഫി ഒറിജിനേറ്റഡ് ഇൻ പേർഷ്യ. അത് വൺ വേർഡിന് എന്തായാലും ചോദിക്കുക, എവിടെയാണ് സ്വരാഷ്ട്രീയൻ ഫിലോസഫി ഒറിജിനേറ്റ് ചെയ്തത്? സ്വരാഷ്ട്രീയൻ ഫിലോസഫി ഫൗണ്ടഡ് ബൈ സ്വരാഷ്ട്ര. ആരാണ് ഫൗണ്ട് ചെയ്തത്? സ്വരാഷ്ട്ര ആണ്. ബിലീവ്ഡ് ഇൻ വൺ ഗോഡ് കോൾഡ് അഹുരാമസ്ത. അവരുടെ മെയിൻ ഗോഡ് എന്ന് പറയുന്നത് ബിലീവ്ഡ് വൺ ഗോഡ്. എന്താണ്? അഹുരാമസ്ത. സെന്റ് അവസ്ഥ വാസ് ദ റിലീജിയസ് ടെക്സ്റ്റ്. അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് എന്തായിരുന്നു? സെന്റ് അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും അതുപോലെ തന്നെ അവിടെ ഫിലോസഫി ആയ സ്വരാഷ്ട്രീയ ഫിലോസഫി എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡിന് ചോദിക്കാറുണ്ട്, ഹു ഫൗണ്ടഡ് സ്വരാഷ്ട്രീയ ഫിലോസഫി. അതുപോലെ തന്നെ അവരുടെ ബിലീവ് ഇൻ വൺ ഗോഡ് ഈസ് കോൾഡ് അഹ്റമസ്ത, അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വിച്ച് വാസ് ദ ഫേമസ് റിലീജിയസ് ടെക്സ്റ്റ് ഇൻ പേർഷ്യ, അല്ലെങ്കിൽ സ്വരാഷ്ട്രീയ ഫിലോസഫി എന്ന് ചോദിക്കുമ്പോൾ എന്താണ് വരിക? സെന്റ് അവസ്ഥയാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്തെല്ലാം പഠിച്ചത്? പേർഷ്യൻ എംപയറിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. പേർഷ്യൻ എംപയറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ ഫിലോസഫി, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ഇതാണ് പ്രധാനമായും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ലളിതമായ ക്ലാസ്സുകൾക്കായി ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക്